വ്യാജ പ്രചാരണം നടത്തിയ പ്രതിപക്ഷ നേതാവിനെ വെല്ലുവിളിച്ച പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. പ്രതിപക്ഷ നേതാവിന് പാലക്കാട്ടെ തന്റെ വീട് സന്ദർശിക്കാമെന്നും 2018 പാലക്കാട് വീട് വാങ്ങിയതെന്നും രേഖകൾ സഹിതം സരിൻ വ്യക്തമാക്കി. വ്യാജ വോട്ടിന് ഒത്താശ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കും സരിൻ മറുപടി നൽകി. പാലക്കാട്ടെ സ്വന്തം വീട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനും ഭാര്യ സൗമ്യ സരിനും വ്യാജപ്രചാരണം നടത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശന് മറുപടി നൽകിയത്. വോട്ട് ചെയ്യാൻ എന്താണ് അസ്വാഭാവികത എന്ന് VD സതീശൻ വ്യക്തമാക്കണമെന്ന് സരിൻ. കോൺഗ്രസും BJPയും വ്യാപകമായി ആളില്ലാത്ത വീടിൻ്റെ വാടക വീടാണോ എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത, വീട്ടു നമ്പർ ഇല്ലാത്ത, വളരെ വളരെ രഹസ്യാത്മക സ്വഭാവം എന്നുള്ള രീതിയിലൊക്കെ നടത്തിയ ചില പ്രവർത്തനങ്ങൾ ഇരട്ട വോട്ടാണ്, വ്യാജ വോട്ടാണെന്ന് പറഞ്ഞ് കൃത്യമായി CPM 2 ദിവസം മുന്നേ പരാതിയുമായി വന്നപ്പോൾ അതിനെ തടയിടാൻ വ്യക്തിയധിക്ഷേപം നടത്തി വോട്ടിൽ നിന്നും വ്യാജമാണ് എന്നും ഡോക്ടർ സരിനും ഡോക്ടർ സൗമ്യയും ഇവിടുത്തെ വോട്ടർമാരല്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി രേഖകളുണ്ട് എന്നുമൊക്കെ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനോടും അതുപോലെ തന്നെ അത് ഏറ്റുപിടിച്ച കോൺഗ്രസ്സുകാരോടും അതൊക്കെ ഒന്ന് ഇതുപോലെ പത്രസമ്മേളനം നടത്തിയോ അല്ലെങ്കിൽ കൃത്യമായ ഒരു സംവാദത്തിന് വന്നോ അല്ലെങ്കിൽ എൻ്റെ വീടിൻ്റെ ആതിഥ്യം സ്വീകരിച്ചോ ഒന്ന് കൂടി വ്യക്തമാക്കണമെന്ന് കൂടി പറയുകയാണ്. വ്യാജ വോട്ടറായിട്ട് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത് മാനസികമായി വിഷമമുണ്ടാക്കിയെന്ന് സൗമ്യ സരിൻ പറഞ്ഞു. കള്ളി എന്നുള്ള രീതിയിൽ വ്യാജ വോട്ടിന് ഉടമ അല്ലെങ്കിൽ വ്യാജ വോട്ടർ പട്ടികയിൽ വ്യാജമായിട്ട് പേര് ചേർത്തു എന്നൊക്കെ പറഞ്ഞ് അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു പൊസിഷനിലിരിക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കം പല രാഷ്ട്രീയ നേതാക്കളും പറഞ്ഞതായിട്ട് ഞാൻ ഷാർജയിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊക്കെ കണ്ടത്. മിനിമം മാന്യത എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ഒരു അടിസ്ഥാനവുമില്ലാതെ ഇതിലൊന്നും ഇടപെടാത്ത ആളുകളെ വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കുകയും, വിവാദം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമ്മളെ ഇത്രയും മീഡിയയുടെ മുമ്പിൽ വന്ന് ഈ കേരളം മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പറയുകയാണ് വ്യാജന്മാരാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് വീട്ടിൽ കയ്യും കെട്ടി ഇരിക്കാൻ എന്നെ പോലെ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീക്ക് സാധിക്കില്ല. കോൺഗ്രസിന്റെയും BJPയുടെയും വ്യാജ വോട്ടിന് ഒത്താശ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർക്കും സരിൻ മറുപടി നൽകി. ഇത്രയും പത്രപ്രവർത്തകർ ഇരിക്കുമ്പോൾ 2 പേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ടെങ്കിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതുമാണ്. കൈരളി ന്യൂസ്, പാലക്കാട്.